നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം പാറേമ്പാടത്ത് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പഴുന്നാന സ്വദേശി കറുപ്പം വീട്ടിൽ 43 വയസ്സുള്ള സലീമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അമിതവേഗം വില്ലനാകുന്നു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ 2 മാസത്തിനിടെ നഷ്ടമായത് 5 ജീവനുകൾ. ട്രാഫിക് നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും കുറ്റമറ്റതാക്കണമെന്ന ആവശ്യം ശക്തം. പല കാരണങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന കുന്നംകുളം നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ തുറക്കുളം മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു. പദ്ധതിയുടെ തുടർ നടപടികൾക്കായി പുതുക്കിയ പദ്ധതി രേഖ തയ്യാറാക്കാൻ നഗരസഭാ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. വേലൂർ വില്ലേജ് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ട ഗതികേടിൽ ഉപഭോക്താക്കൾ. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം പാറേമ്പാടത്ത് 2 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പഴുന്നാന സ്വദേശി കറുപ്പം വീട്ടിൽ 43 വയസ്സുള്ള സലീമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് അമിത വേഗതയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ് എതിരെ വന്ന സ്വിഫ്റ്റ് കാറിനെ വെട്ടിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. തുടർന്ന് കാറിലിടിച്ച ബസ് മുന്നിലുണ്ടായിരുന്ന ഇക്കോവാൻ, ഓട്ടോറിക്ഷ, ബൈക്ക് എന്നിവയിൽ തുടരെ ഇടിക്കുകയായിരുന്നു. പോർക്കുളം സ്വദേശിനി 17 വയസ്സുള്ള റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി 72 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് മരിച്ചത്. 20ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. അമിതവേഗം വില്ലനാകുന്നു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ 2 മാസത്തിനിടെ നഷ്ടമായത് 5 ജീവനുകൾ. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുമ്പോൾ ട്രാഫിക് നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും കുറ്റമറ്റതാക്കണമെന്ന ആവശ്യം ശക്തമാണ്. തൃശൂർ കടവല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 2 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റുകൾ ഇന്നും പുനഃസ്ഥാപിക്കാത്തതാണ് പ്രധാന പരാതികളിലൊന്ന്. റോഡ് നവീകരണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ് മുന്നറിയിപ്പ് ബോർഡുകൾ, വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ, നിരീക്ഷണ ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ജൂൺ അവസാനത്തോടെ അക്കിക്കാവിൽ ലോറിയിടിച്ച് 24-കാരനായ ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചു. പിന്നാലെ ജൂലൈ ആദ്യം കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി. ബസ് ഡ്രൈവർ എറണാകുളം കുമ്പളങ്ങി സ്വദേശി മരണപ്പെടുകയും യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജൂലൈ 15-ന് കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കും ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച അപകടത്തിൽ കല്ലുംപുറം സ്വദേശിയായ 37-കാരൻ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. ഈ അപകടങ്ങളുടെ വേദന മാറും മുമ്പാണ് വ്യാഴാഴ്ച പാറേമ്പാടത്ത് അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും ഇടിച്ചു തകർത്തത്. അപകടത്തിൽ 2 സ്ത്രീകൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 10 ദിവസം മുമ്പാണ് കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് 31 വയസ്സുള്ള യുവാവ് മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇതിനു പുറമെ സംസ്ഥാന പാതയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ പതിവായി സംഭവിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കേച്ചേരി, ചൂണ്ടൽ, അക്കിക്കാവ് കോളേജ്, പെരുമ്പിലാവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സിഗ്നൽ ലൈറ്റുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. സംസ്ഥാന പാതയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിലൊന്നാണിത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ വഴിമധ്യേ ഉണ്ടാകുന്ന സമയനഷ്ടം നികത്താൻ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി യാത്രക്കാരും നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. ചില വാഹനങ്ങളിലെ സ്പീഡ് ഗവർണറുകളുടെ അപാകതയും അമിത വേഗത്തിന് വഴിയൊരുക്കുന്നുവെന്ന ആരോപണമുണ്ട്. തുടർച്ചയായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാന പാതയിൽ അമിത വേഗം നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും കർശന പരിശോധനകൾ ശക്തമാക്കണമെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുമാണ് ആവശ്യം. കുന്നംകുളത്ത് വാഹന അപകടത്തിൽ മരിച്ച പോർക്കുളം മുള്ളത്ത് വളപ്പിൽ റിയ ഫാത്തിമയുടെ സംസ്കാരം നടത്തി. വെള്ളിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം പിന്നീട് പോർക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. വിദേശത്തായിരുന്ന പിതാവ് മുഹമ്മദ് കുട്ടി രാവിലെ വീട്ടിലെത്തിയിരുന്നു. ആശുപത്രിയിലായിരുന്ന ഉമ്മ നസീറയും മകളെ കാണാൻ വീട്ടിലേക്ക് എത്തി. വാഹന അപകടത്തിൽ മരിച്ച അയ്യമ്പറമ്പ് ചീരൻ വീട്ടിൽ തങ്കമണിയുടെ സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് അയ്യമ്പറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും.
മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേന്ത്രപ്പഴം കൊണ്ട് തുലാഭാരം നടത്തി. 69 കിലോ നേന്ത്രപ്പഴമാണ് ഇതിനായി വേണ്ടിവന്നത്. ഇതിനായി 3550 രൂപ ദേവസ്വത്തിൽ അടച്ചു. ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. ഗുരുവായൂരപ്പനെ തൊഴുത് പ്രസാദം വാങ്ങിച്ച ശേഷം ഉപദേവന്മാരെയും കാര്യാലയ ഗണപതിയെയും തൊഴുതു. മുഖ്യമന്ത്രിയെ കണ്ടതോടെ ഭക്തർ ചുറ്റും തടിച്ചുകൂടി. ആരെയും നിരാശരാക്കാതെ എല്ലാവർക്കും ഒപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. നിവേദനം സമർപ്പിക്കാനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ റേഞ്ച് DIG ടി നാരായണൻ, ഗുരുവായൂർ ACP M സുരേന്ദ്രൻ, SHO വിനോദ് വലിയട്ടൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കിയിരുന്നു. പല കാരണങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന കുന്നംകുളം നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ തുറക്കുളം മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു. പദ്ധതിയുടെ തുടർ നടപടികൾക്കായി പുതുക്കിയ പദ്ധതി രേഖ തയ്യാറാക്കാൻ നഗരസഭാ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. BOT വ്യവസ്ഥയിൽ നിർമ്മാണം ആരംഭിച്ച തുറക്കുളം മാർക്കറ്റ് ചില കോടതി വ്യവഹാരങ്ങളെ തുടർന്ന് പാതിവഴിയിൽ നിലച്ചുപോകുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് യാതൊരു നിയമ തടസ്സങ്ങളുമില്ലെന്ന് നഗരസഭയ്ക്ക് നിയമോപദേശം ലഭിച്ചതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. ഇതുവരെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഫ്ലോറിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്കുകൾ, സെൻട്രലൈസ്ഡ് AC, പാർക്കിംഗ് സൌകര്യം, ഡ്രൈനേജ് ഉൾപ്പെടെ ബാക്കി പണികൾ പൂർത്തീകരിക്കുന്നതിനായി ഏകദേശം 5.5 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വായ്പയിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഈ തുക കണ്ടെത്തി പണി പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്ന ചുമതല സർക്കാർ അംഗീകൃത ഏജൻസിയെ ഏൽപ്പിക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സമയബന്ധിതമായി പദ്ധതി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ചെയർപേഴ്സൺ സൗമ്യ അറിയിച്ചു. 2 മാസത്തിനകം DPR തയ്യാറാക്കും. തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി 8 മാസത്തിനുള്ളിൽ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും ചെയർപേഴ്സൺ കൗൺസിലിൽ വ്യക്തമാക്കി. ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തുറക്കുളം മാർക്കറ്റ് യാഥാർത്ഥ്യമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് കുന്നംകുളം നിവാസികൾ. തുറക്കുളം മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ട അടിയന്തര കൗൺസിൽ യോഗത്തിൽ മറ്റൊരു വിഷയവും ചർച്ചകൾക്ക് വഴിവെച്ചു. നഗരസഭാ സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തിൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ യോഗം അവസാനിക്കുന്നതുവരെ നിന്നുകൊണ്ട് പ്രതിഷേധിച്ചു. സംഭവത്തിൽ നിജസ്ഥിതി തെളിയുകയും സെക്രട്ടറി കുറ്റവിമുക്തനാകുകയും ചെയ്യുന്നതുവരെ കൗൺസിൽ യോഗങ്ങളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യം കോൺഗ്രസ് അംഗങ്ങൾ നേരത്തെയും ഉന്നയിച്ചിരുന്നു. ഇതു സംബന്ധിച്ച് ഇതുവരെയും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് അടിയന്തര കൗൺസിൽ യോഗത്തിലും പ്രതിഷേധം ആവർത്തിച്ചത്. വേലൂർ വില്ലേജ് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. രേഖകൾ ലഭിക്കുന്നതിനായി മാസങ്ങളോളം വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് ഉപഭോക്താക്കൾ. വിരമിച്ച സൈനികനായ വേലൂർ എടക്കളത്തൂർ ജോൺസൺ തന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ തണ്ടപ്പേര് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി 10 തവണയാണ് വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയത്. 2 ദിവസത്തിനുള്ളിൽ നൽകാവുന്ന സർട്ടിഫിക്കറ്റിനായി 2.5 മാസത്തോളം കാത്തിരിക്കേണ്ടി വന്നു. അതും തഹസീൽദാരുടെ നിർദ്ദേശപ്രകാരം. മൊത്തം 13 തവണ എന്നെ ഈ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിച്ചു. ഞാൻ പട്ടാളത്തുനിന്ന് വന്ന് കാലൊടിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കോണി കയറാനും ഇറങ്ങാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് അപ്സ്റ്റെയറിലാണ് ഈ വില്ലേജ് ഓഫീസ്. അപ്പം ഞാൻ ഒരിക്കൽ ഈ അസിസ്റ്റൻറ്റ് വില്ലേജ് ഓഫീസറോട് ഞാൻ സംസാരിച്ചു, എനിക്ക് കാലിന് പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ്, ഇത് നിങ്ങൾ ഏതെങ്കിലും തരുന്നുണ്ടെങ്കിൽ തരിക, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയാം, എന്തെങ്കിലും സൗകര്യമാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് കാലിന് അസുഖമുള്ളതൊക്കെ ഹോസ്പിറ്റലിൽ, ഇവിടെ വില്ലേജ് ഓഫീസാണ് ഇത് എന്ന് പറഞ്ഞ് ഒരു പുച്ഛത്തിൽ കളിയാക്കുന്ന രീതിയാണ് വന്നത്. അങ്ങനെ വലിയ വിഷമമായിരുന്നു എനിക്ക്. മെയ് 15-നാണ് ജോൺസൺ വില്ലേജ് ഓഫീസിൽ ചെന്ന് തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയത്. സ്ഥലം നേരിൽ കണ്ട് പരിശോധിക്കണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഇത്തരത്തിൽ സ്ഥലം കാണിച്ചതിനു ശേഷം വീണ്ടും സർട്ടിഫിക്കറ്റിനായി എത്തിയപ്പോൾ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ തനിക്കും സ്ഥലം പരിശോധിക്കണം, പോയിട്ട് പിന്നീട് വരാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റിനായി ഇത്തരത്തിൽ 10 തവണ വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങേണ്ടി വന്നുവെന്ന് ജോൺസൺ പറയുന്നു. പൊറുതിമുട്ടിയ ജോൺസൺ തന്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുകയും വില്ലേജ് ഓഫീസിൽ കുത്തിയിരിപ്പ് നടത്തുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസർ വില്ലേജിന്റെ സൈറ്റിൽ ആവശ്യമായ രേഖകളില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകി ജോൺസണെ മടക്കി അയച്ചു. തുടർന്നാണ് ജോൺസൺ കുന്നംകുളം തഹസീൽദാരെ നേരിൽ കണ്ട് കാര്യമറിയിച്ചത്. രേഖകൾ പരിശോധിച്ചതിനു ശേഷം തഹസീൽദാർ വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകിയതിനെ തുടർന്നാണ് ജോൺസണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്.
അതിനും ഒരാഴ്ച സമയമെടുത്തു. മെയ് 15-ന് അപേക്ഷ നൽകിയിട്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ആഗസ്റ്റ് 4-നാണ്. ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുകയാണെന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. വില്ലേജ് ഓഫീസിന്റെ നിയന്ത്രണം അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറുടെ കൈകളിലാണെന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസമെടുത്ത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് തന്നെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചതെന്നും ജോൺസൺ പറയുന്നു. കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിൽ നേരിട്ട് പങ്കാളിയായി നാടിനെ സേവിച്ച തനിക്ക് യുദ്ധമുഖത്ത് അനുഭവപ്പെടാത്ത മാനസിക പ്രയാസമാണ് വില്ലേജ് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നേരിടേണ്ടി വന്നതെന്ന് ജോൺസൺ പറയുന്നു. കേരളത്തിലെ പുതിയ വിദ്യാർത്ഥി തലമുറ ഏറെ പഠന മികവും വിജ്ഞാനവുമുള്ളവരാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച CH എക്സലന്റ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നത പദവികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നന്മകളെ ഉൾക്കൊള്ളാനും തിന്മകളെ തടഞ്ഞു നിർത്താനും സാധിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി പുതിയ വിദ്യാർത്ഥി സമൂഹം വളർന്നു വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും ഉപഹാരം നൽകി ആദരിച്ചു. RV അബ്ദുൾ റഹീം, VM മുഹമ്മദ് ഗസാലി, PV ഉമ്മർകുഞ്ഞി, PK ബഷീർ, AH സൈനുൽ ആബിദിൻ, KK ഹംസക്കുട്ടി, ജലീൽ വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നന്മയെ പ്രശംസിക്കുന്ന, തിന്മയെ തടഞ്ഞു നിർത്തുന്ന നല്ലൊരു വ്യക്തിത്വം കൂടി നിങ്ങൾക്കുണ്ടാവും. ആ വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. സദാചാരബോധമുള്ള ഒരു നല്ല വ്യക്തിത്വം. അപ്പം അങ്ങനെ നല്ല വ്യക്തിത്വവും നല്ല പഠന മികവും കൂടുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്, നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് തിളക്കം കൂടുന്നത്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകാനായി BJP പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. മഞ്ജുളാലിന് മുന്നിൽ നിന്നും നഗരസഭാ ഓഫീസിലേക്കായിരുന്നു ശയന പ്രദക്ഷിണം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര, KC രാജു തുടങ്ങി 10 പേരാണ് റോഡിലൂടെ ശയന പ്രദക്ഷിണം നടത്തിയത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം BJP തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഏരിയ ജനറൽ സെക്രട്ടറി ദിലീപ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് ഏരിയ പ്രസിഡന്റ് ജിതീഷ് കാവീട്, ജനറൽ സെക്രട്ടറി ജിതിൻ മരക്കാത്ത്, പ്രസന്നൻ വലിയപറമ്പിൽ, ജിഷാദ് ശിവൻ, ജിതീഷ് കാവീട്, സൂരജ് താമരയൂർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാലിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. കിഴക്ക് മുറിയിൽ കറുപ്പം വീട്ടിൽ മുജീബിന്റെ വീടിന്റെ തറഭാഗവും പുറകുവശത്തെ മതിലുമാണ് തകർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജയശങ്കർ, വാർഡ് മെമ്പർ സന്തോഷ് കൊളത്തേരി, വാർഡ് മെമ്പർ സ്വീറ്റി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. AE സ്ഥലം സന്ദർശിച്ച നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ഗുരുവായൂർ മമ്മിയൂരിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണശ്രമം. മമ്മിയൂർ നവ്യ നഗറിൽ വരലക്ഷ്മി ദുർഗപ്രസാദിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. രാവിലെ വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് മോഷണശ്രമം അറിഞ്ഞത്. പുറകിലെ ഗ്രിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തു കയറി നോക്കിയപ്പോഴാണ് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. ഉടൻ തന്നെ വിദേശത്തുള്ള വീട്ടുകാരെ വിവരം അറിയിച്ചു. വീട്ടുകാരുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണലൂരിലെ കോൾ വികസന തുടർച്ചയ്ക്കായി 2.75 കോടി രൂപ അനുവദിച്ചു. മണലൂർ മണ്ഡലത്തിലെ കോൾ നിലങ്ങളിലെ വികസന പ്രോജക്റ്റുകൾക്കായി 2.75 കോടി രൂപ അനുവദിച്ചതായി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA അറിയിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ സേവിങ്സ് തുക ഉപയോഗിച്ചാണ് പുതിയ വികസന പദ്ധതികൾക്ക് അംഗീകാരം നേടിയെടുത്തത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA അറിയിച്ചു. അന്നകര കോൾപ്പടവിലെ ചെമ്മീൻചാൽ ബണ്ട് ഫാം റോഡ്, മണൽപ്പുഴ കണ്ണോത്ത് കോൾപ്പടവ് ഫാം റോഡ്, പാലക്കഴ മണലൂർ താഴം പാടശേഖരങ്ങൾ, സ്ലൂയിസ് നിർമ്മാണം, അന്തിക്കാട് പാടശേഖരത്തിൽ മണലൂർ മണ്ഡലത്തിലെ പ്രദേശത്ത് ബോക്സ് കൾവർട്ട്, VCB ബണ്ട് ബലപ്പെടുത്തൽ എന്നീ പ്രവൃത്തികൾക്കാണ് ഫണ്ട് അനുവദിച്ചത്. മണലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കോൾ പടവുകളുടെ വികസനത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ നിന്ന് 2.75 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓരോ
പടവുകളിലെയും പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പദ്ധതികൾ തയ്യാറാക്കുവാൻ ബന്ധപ്പെട്ട കൃഷി ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലെ പുതിയ എഴുത്തുകാരിൽ ശ്രദ്ധേയയായ ഉമൈ മുഹമ്മദിന്റെ നിഴൽ നിറങ്ങൾ പ്രകാശനം ചെയ്തു. പുന്നൂർകുളം സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കമല സുരയ്യ സാംസ്കാരിക സമുച്ചയത്തിൽ എഴുത്തുകാരി അപർണ ആരുഷി പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരായ വിജി ആദർശ്, ജിത്തു നായർ തുടങ്ങിയവർ പുസ്തകം ഏറ്റുവാങ്ങി. പുന്നൂർകുളം സാഹിത്യ സമിതി പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ശ്രീദേവി നമ്പ്രാണത്ത് പുസ്തക പരിചയം നടത്തി. സാഹിത്യ സമിതി ജനറൽ കൺവീനർ KB സുകുമാരൻ ആമുഖ പ്രഭാഷണം നടത്തി. നീതു ഫിറോസ്, റാഹില ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് കുത്തേറ്റു മരിച്ച കോൺഗ്രസ് നേതാവ് AC ഹനീഫയുടെ രക്തസാക്ഷി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മണത്തല അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PV ബദറുദ്ദീൻ, MS ശിവദാസ്, P ലോഹിതദാസൻ, ആസിഫ് പാലയൂർ, പ്രദീപ് ആലിപ്പരി, സൈസൻ മാറൂക്കി, ഷാഹിബ സുബൈർ, തിരുവത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാഹിന സുബൈർ, ഷൈല നാസർ, പ്രമോദ് പുന്ന എന്നിവർ സംസാരിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മാറഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 4 കോടി രൂപ അനുവദിച്ചു. 15ാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനാണ് 4 കോടി രൂപ അനുവദിച്ച് ഉത്തരവായത്. പുതിയ കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഫിസിയോതെറാപ്പി, കണ്ണ് പരിശോധനാ യൂണിറ്റ്, പാലിയേറ്റീവ് പരിചരണം, ശീതീകരിച്ച ഫാർമസി സ്റ്റോർ, പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളും, കൗമാരപ്രായക്കാർക്കുള്ള ക്ലിനിക്, മാനസികാരോഗ്യ ക്ലിനിക്, മന്ദരോഗ പരിചരണ ക്ലിനിക്, പൊതുജനാരോഗ്യ ബ്ലോക്ക്, വനിതാ ശിശുക്ഷേമ ബ്ലോക്ക്, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് തുടങ്ങിയവയ്ക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ചാലിശ്ശേരിയുടെ അഭിമാനമായി ഡോക്ടർ PV ബോസും ആയുഷ് ദ്വിവേദിയും ഓറോവില്ലിൽ ഒരുക്കിയ നാദയോഗ ജുഗൽബന്ദി സംഗീത സാന്ദ്രമായി. സംഗീതത്തിന് അതിരുകളിലെന്നും വ്യത്യസ്ത സംഗീത പാരമ്പര്യങ്ങൾ ഒത്തുചേരുമ്പോൾ അത് ആത്മാവിനെ സ്പർശിക്കുന്ന അനുഭവമായി മാറുമെന്നും തെളിയിച്ച സംഗീത സായാഹ്നമായി പോണ്ടിച്ചേരി ഓറോവില്ലിൽ അരങ്ങേറിയ നാദയോഗ ജുഗൽബന്ദി. ശ്രീ അരബിന്ദോയുടെ 154-ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഭാരത് നിവാസ് സംഘടിപ്പിച്ച പരിപാടി സംഗീതാസ്വാദകർക്കും ആത്മീയ അന്വേഷകർക്കും ഒരുപോലെ മറക്കാനാവാത്ത അനുഭവമായി. ഭാരത് നിവാസിലെ സൗച്ചു ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത കർണാടക സംഗീതജ്ഞനും പാലക്കാട് ചാലിശ്ശേരി സ്വദേശിയുമായ ഡോക്ടർ PV ബോസും ധ്രുപദ് ഗായകൻ വിദ്വാൻ ആയുഷ് ദ്വിവേദിയും ചേർന്ന് അവതരിപ്പിച്ച നാദയോഗ ജുഗൽബന്ദി സദസ്സിനെ സംഗീതത്തിന്റെ ആത്മീയ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തി. കോട്ടയം GD മധു മൃദംഗത്തിലും മനോജ് കുമാർ സോളങ്കി പഖവാജിലും അനുഗമിച്ചു. കർണാടക സംഗീതത്തിന്റെയും ധ്രുപദ് സംഗീതത്തിന്റെയും പാരമ്പര്യവും ആത്മീയ ഭാവവും ഇഴചേർന്ന അവതരണം ഓരോ ശ്രോതാവിനും വേറിട്ട അനുഭൂതി സമ്മാനിച്ചു. സ്വരങ്ങളുടെ മാധുര്യവും ലയത്തിന്റെ ഗാംഭീര്യവും നിറഞ്ഞ സംഗീതാവിഷ്കാരം ദീർഘനേരം സദസ്സിനെ ആകർഷിച്ചു. സമാപനത്തിൽ സംഘാടകർ ഡോക്ടർ PV ബോസിനെയും വിദ്വാൻ ആയുഷ് ദ്വിവേദിയെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഡോക്ടർ PV ബോസ് ഇതിനകം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയ സംഗീതജ്ഞനാണ്. കർണാടക സംഗീതത്തിന്റെ സമ്പന്നമായ പാരമ്പര്യം ലോകവേദികളിലേക്ക് എത്തിച്ച അദ്ദേഹത്തിന്റെ സംഗീതയാത്രയ്ക്ക് ഓറോവില്ലിലെ നാദയോഗ ജുഗൽബന്ദിയും മറ്റൊരു ശ്രദ്ധേയ അധ്യായമായി. കലാസ്വാദകരെ ആവേശത്തിലാഴ്ത്തുന്ന എടക്കളത്തൂർ നാടകോത്സവത്തിന് വീണ്ടും അരങ്ങുണരുന്നു. അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മരണാർത്ഥം എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 16 മുതൽ 25 വരെ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ദിവസേന വൈകിട്ട് 7-നാണ് നാടകങ്ങൾ അരങ്ങേറുക. കോഴിക്കോട് സങ്കീർത്തനയുടെ ശ്വാസം, തിരുവനന്തപുരം സംസ്കൃതിയുടെ ഭൂട്ടാനി, കൊല്ലം എക്കോ തിയേറ്ററിന്റെ നിലാവ് പറഞ്ഞത്, തിരുവനന്തപുരം മലയാളം നാടകവേദിയുടെ ഒരു സുന്ദര ദിവസം, കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ, ചങ്ങനാശ്ശേരി അണിയറയുടെ തിര, തിരുവനന്തപുരം സൗപർണികയുടെ പടയോട്ടം, കോഴിക്കോട് രംഗഭാഷയുടെ ഒരുക്കം, പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യയുടെ കൂട് എന്നീ നാടകങ്ങളാണ് ഇത്തവണ നാടകോത്സവത്തിൽ അരങ്ങേറുന്നത്. നാടകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ 2003-ലാണ് എടക്കളത്തൂർ നാടകോത്സവത്തിന് തുടക്കം കുറിച്ചത്. തൃത്താല ഉപജില്ലയിലെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടു.
കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിച്ച പ്രധാന അധ്യാപകരുടെ യോഗത്തിലാണ് പുരസ്കാരവും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തത്. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലും സാങ്കേതിക വിദ്യ അധിഷ്ഠിത പഠന പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയതിനാണ് അംഗീകാരം. കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ വൈ സിന്ധു, പാലക്കാട് ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ TM സെലീന ബീവി എന്നിവരിൽ നിന്നും സ്കൂൾ യൂണിറ്റ് പ്രതിനിധികളായ മുഹമ്മദ് യാസിൻ, സഫ എന്നിവർ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് ഷീബ പി ജോസ്, ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ സന്തോഷ്, സ്മിത, കൈറ്റ് കോർഡിനേറ്റർ സിന്ധു എന്നിവർ പങ്കെടുത്തു. വരവൂർ പിലാക്കാട്ടിൽ അപൂർവ ഇനത്തിൽപ്പെട്ട എർത്ത് സ്റ്റാർ കൂണുകൾ കണ്ടെത്തി. പൂവിന്റെ ആകൃതിയിൽ ഇതളുകൾ വിടർത്തി നിൽക്കുന്ന ഈ അപൂർവ കാഴ്ച പ്രദേശവാസികളുടെയും പ്രകൃതി സ്നേഹികളുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. വരവൂർ പഞ്ചായത്തിലെ പിലാക്കാട് പെരുങ്കുന്ന് സാംസ്കാരിക നിലയം പരിസരത്ത് ഫോട്ടോഗ്രാഫർ ഉണ്ണിക്കുട്ടൻ പിലാക്കാട് ഇത് കണ്ടെത്തി. സാധാരണയായി വനപ്രദേശങ്ങളിലോ ജൈവാംശവും ഈർപ്പവും കൂടുതലുള്ള മണ്ണിലോ മാത്രമാണ് ഇത്തരം കൂണുകൾ അപൂർവമായി കണ്ടുവരുന്നത്. ആദ്യം മണ്ണിൽ നിന്ന് ചെറിയ പന്തിന്റെ രൂപത്തിൽ പുറത്തുവരുന്ന ഇവ പിന്നീട് നക്ഷത്രത്തിന്റെ ആകൃതിയിൽ വിടരുകയും മധ്യഭാഗത്തുള്ള സഞ്ചിയിൽ നിന്ന് സ്പോറുകൾ പുറത്തുവിടുകയും ചെയ്യുന്നതാണ് ഇവയുടെ പ്രത്യേകത. അപൂർവ കാഴ്ചയെക്കുറിച്ച് വിവരമറിഞ്ഞതോടെ പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പിലാക്കാട്ടിലെ നക്ഷത്ര കൂണുകൾ നേരിൽ കാണാൻ എത്തുന്നത്. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KH ആബിദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രേരക് ബിജോയ് സ്വാഗതവും അരുൺ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി അങ്ങാടിയിലെ ആദ്യകാല ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായ പുലിക്കോട്ടിൽ വറീദ് എന്ന നാട്ടുകാരുടെ കുഞ്ഞപ്പേട്ടൻ 97-ാം പിറന്നാൾ ആഘോഷിച്ചു. ഗ്രാമത്തിലെ കായിക രംഗത്തിന്റെ വളർച്ചയിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച കുഞ്ഞപ്പേട്ടൻ ഇന്നും നാട്ടുകാരുടെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങുന്ന വ്യക്തിത്വമാണ്. ഫുട്ബോളിനോടുള്ള അദ്ദേഹത്തിന്റെ ആവേശവും കായിക മൂല്യങ്ങളും കുടുംബത്തിലെ അടുത്ത തലമുറയിലേക്കും പകർന്നു നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ എഡ്വിയോടൊപ്പം തറവാട്ട് വീട്ടിലാണ് താമസം. മൂത്ത മകൻ ഡേവിയും പേരക്കുട്ടികളും വോളിബോൾ താരങ്ങളായി കുടുംബത്തിന്റെ കായിക പാരമ്പര്യവും അഭിമാനത്തോടെ തുടരുകയാണ്. ഫാൻബി ഇളയ മകനാണ്. 97-ാം പിറന്നാൾ ദിനത്തിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നു. വീട്ടിൽ നടന്ന ലളിതമായ ചടങ്ങിൽ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,865 രൂപ, പവന് 1,10,10,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം ചിറമനേങ്ങാട് കുന്നമ്പത്ത് കാവ് അമ്പലത്തിന് സമീപം താഴത്തേപ്പുരയ്ക്കൽ ജാനകി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ ശങ്കരൻ ഭർത്താവും പുഷ്പാങ്കദൻ, പരേതനായ സുനിൽകുമാർ, സിന്ധു, സുരേന്ദ്രബാബു എന്നിവർ മക്കളുമാണ്. ആർത്താറ്റ് സ്രാമ്പിക്കൽ രജീഷിന്റെ ഭാര്യ രമ്യ നിര്യാതയായി. 36 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം ക്രിമിറ്റോറിയത്തിൽ നടത്തി. ആദിത്യൻ, ആര്യൻ എന്നിവർ മക്കളാണ്. കാട്ടക്കമ്പാൽ കുന്നത്ത് കടവ് അതിയാരത്ത് വീട്ടിൽ റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ പരേതനായ അയ്യപ്പൻ ഭാര്യ ശാരദ ടീച്ചർ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് അയ്നൂർ ശാന്തി തീരത്ത് പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തും. ആശാലത, പരേതനായ വിനോദ് കുമാർ, പരേതനായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സജിത് കുമാർ, പ്രസാദ് കുമാർ എന്നിവർ മക്കളാണ്. പാറന്നൂർ മേലീട്ട് ജോസ് മകൻ ചാർലി നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടക്കും. പ്രിൻസിയാണ് ഭാര്യ. ലിനി, അനു എന്നിവർ മക്കളാണ്. എയ്യാൽ ഒലക്കെങ്കിൽ ജോസഫ് മകൻ പീറ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് എയ്യാൽ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. സലോമി ഭാര്യയും ധന്യ, ധനീഷ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കുന്നംകുളം പാറേമ്പാടത്ത് 2 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പഴുനാന സ്വദേശി കറുപ്പം വീട്ടിൽ 43 വയസ്സുള്ള സലീമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അമിതവേഗം വില്ലനാകുന്നു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ 2 മാസത്തിനിടെ നഷ്ടമായത് 5 ജീവനുകൾ. ട്രാഫിക് നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും കുറ്റമറ്റതാക്കണമെന്ന ആവശ്യം ശക്തം. പല കാരണങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന കുന്നംകുളം നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ തുറക്കുളം മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു. പദ്ധതിയുടെ തുടർ നടപടികൾക്കായി പുതുക്കിയ പദ്ധതി രേഖ തയ്യാറാക്കാൻ നഗരസഭാ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. വേലൂർ വില്ലേജ് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ട ഗതികേടിൽ ഉപഭോക്താക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.